അദ്ദേഹം ഒന്നുകിൽ കോൺഗ്രസിന് വിധേയനാവും, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിർദ്ദേശിച്ചതിൻ്റെ ഫലമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇത് രണ്ടും അലങ്കരിക്കുന്ന അദ്ദേഹം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക, പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതല്ല ഇതിനോടൊന്നും സഹകരിക്കാൻ വയ്യെങ്കിൽ ജനങ്ങൾ ഏൽപ്പിച്ച ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇഷ്ടമുള്ള തീരുമാനം അദ്ദേഹത്തിന്. മുരളീധരൻ പറഞ്ഞ അഭിപ്രായത്തോട് ഞങ്ങൾ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. ശശി തരൂരിന് എന്തും പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി തുടരുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയോട് കാണിക്കേണ്ട മാന്യതയുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് 16 വർഷമായിട്ട് MP ആയിട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. തിരുവനന്തപുരത്തെ ജനങ്ങളോട് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം MP സ്ഥാനവും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗത്വവും രാജിവെക്കണം. അദ്ദേഹത്തിന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. സിന്ദൂർ വിവാദത്തിലൊക്കെ ആ കാര്യത്തിലൊക്കെ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചതിനോ അനുകൂലിച്ചതിനോ ഒന്നും ഒരു തെറ്റുമില്ല. പക്ഷെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ അടിയന്തരാവസ്ഥയെതിരെ സംസാരിക്കുക, അതൊക്കെ പറയാൻ അവകാശമുണ്ട്. അദ്ദേഹം ആദ്യം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ചിട്ട് വേണം ഇതൊക്കെ പറയാൻ. അദ്ദേഹം ആഗോള പൗരനാണ്, അറിവുള്ള ആളാണ്, ഇതിനൊന്നും തർക്കമില്ല. അദ്ദേഹം ചെയ്യുന്നതിന് ചില പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് പാലിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.